സംസ്ഥാനത്തെ രൂക്ഷമായ കർഷക തൊഴിലാളി ക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ കേരളത്തിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കട്ടപ്പന സ്വദേശി റജി ഞള്ളാനി പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി. തൊഴിലാളി ക്ഷാമം മൂലം സംസ്ഥാനത്ത് നിരവധി കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഏലം മേഖല ഒഴികെയുള്ള പല കൃഷികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഏലം മേഖലയും തൊഴിലാളികളുടെ അഭാവം മൂലം ഗുരുതര പ്രതിസന്ധി നേരിടുന്നെന്നും ഉൽപ്പാദിപ്പിക്കുന്ന വിളവിന്റെ 30% സമയബന്ധിതമായി ശേഖരിക്കാനാകാതെ നഷ്ടപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏലം മേഖലയുമായി നേരിട്ടും പരോക്ഷമായും 5 കോടിയിലധികം ആളുകൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രതിവർഷം സർക്കാരിന് 100 കോടിയിലധികം രൂപയുടെ നികുതി വരുമാനം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ തൊഴിലാളി ക്ഷാമം കാരണം കോടിക്കണക്കിന് രൂപയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്നും സംസ്ഥാന തൊഴിൽ നിയമത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ഇരട്ടിയിലധികം വേതനം നൽകിയിട്ടും തോട്ടങ്ങളിലെ 40% ജോലികൾക്ക് തൊഴിലാളികളെ ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ ജീവിതം അനിശ്ചിതത്തിലാകുന്ന സാഹചര്യത്തിൽ അവരുടെ മക്കൾ തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും തുടർന്ന് പ്രായമായ മാതാപിതാക്കളും അവരെ പിന്തുടരുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായും റജി ഞള്ളാനി ചൂണ്ടിക്കാണിച്ചു. ഒരു വലിയ നിവേദനം, എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടുള്ള നിവേദനം ഞാൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഈ ബഹുമാന വ്യക്തികൾ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിവേദനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിവേദനത്തിൽ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ വലിയ കാര്യങ്ങളൊന്നുമല്ല. പ്രത്യേകിച്ച് കർഷകർക്ക് വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് അങ്ങനെയൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ആകെപ്പാടെ വേണ്ടി വരുന്നത് നമുക്കറിയാം, ഇന്ന് ലിബിയ പോലുള്ള രാജ്യങ്ങൾ, ലെബനൻ, ലിബിയ, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അത്തരം രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കർഷക തൊഴിലാളികളെ കേരളത്തിലേക്ക് എത്തിക്കണം എന്ന് മാത്രമാണ്. അതിനാവശ്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്രമാത്രമാണ്. കർഷകരുടെ ഗ്രൂപ്പുകൾ ഏതാണ്ട് 50 മുതൽ 500 വരെ അടങ്ങുന്ന കർഷക ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും ആ രൂപീകരിക്കുന്ന ഗ്രൂപ്പുകൾ സ്പൈസസ് ബോർഡിലോ അല്ലെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെന്റിലോ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത കർഷക ഗ്രൂപ്പുകളുമുണ്ട്. അത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ ഒരു ഫോർമേഷനിലൂടെ അതിനൊരു നിയമസാധ്യത കൊടുക്കുവാനായിട്ട് സർക്കാരിന് കഴിയും. മറ്റൊന്ന് ചെറുകിട വ്യവസായങ്ങളെ സംബന്ധിച്ചാണ്. നമ്മൾ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചെറുകിട വ്യവസായ മേഖലയിലും ഇതേ തൊഴിൽ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവരെയും കൂടെ ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുക. അങ്ങനെ ഗ്രൂപ്പുകളായിട്ട് ഫോം ചെയ്യുന്ന ഈ കമ്മിറ്റികളുടെ എക്സിക്യൂട്ടീവ് ബോഡി തീരുമാനിക്കുന്നതനുസരിച്ചുള്ള അംഗങ്ങൾ എത്ര പേര്, ഇപ്പം എക്സാമ്പിൾ നമ്മളൊരു 500 പേരാണ് നമുക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് ആവശ്യമുള്ളതെങ്കിൽ 500 പേരുടെ ലിസ്റ്റ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന് നോർക്ക വഴിയോ അല്ലെങ്കിൽ എംബസി വഴിയോ കൈമാറാനുള്ള സംവിധാനമാണ്. കർഷകരും ചെറുകിട വ്യാപാരികളും കർഷക സംഘങ്ങളും നൽകുന്ന വർക്ക് വിസയുടെ അടിസ്ഥാനത്തിൽ വിദേശ തൊഴിലാളികളെ കേരളത്തിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നും തൊഴിൽ ഉടമകളുടെയും വിദേശ തൊഴിലാളികളുടെയും വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രത്യേക ലേബർ പോർട്ടൽ ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൊഴിലാളി ക്ഷാമം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് റജി ഞള്ളാനി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.